നാഷണൽ സിംബൽസിൽ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ദേശീയ ഗീതത്തെ പറ്റിയാണ് കേട്ടോ. ദേശീയ ഗീതം ഏതാണ് നമ്മുടെ ദേശീയ ഗീതം എന്ന് പറയുന്നത്? നമ്മുടെ ദേശീയ ഗീതം എന്ന് പറയുന്നത് വന്ദേ മാതരമാണ്. വന്ദേ മാതരമാണ് നമ്മളുടെ ദേശീയ ഗീതം എന്ന് പറയുന്നത്. ഈ വന്ദേ മാതരം എന്ന് പറയുന്ന ദേശീയ ഗീതം ആനന്ദമഠം എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ആനന്ദമഠം എന്ന് പറയുന്ന നോവൽ ഇത് സന്യാസി കലാപവുമായിട്ട് ബന്ധപ്പെട്ട് രചിച്ചൊരു നോവലാണ്. സന്യാസി കലാപവുമായിട്ട് ബന്ധപ്പെട്ട് രചിച്ച ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് ഈ ഒരു വന്ദേ മാതരം എന്ന് പറയുന്ന ഗീതം എടുത്തിരിക്കുന്നത്. ഇത് രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് അല്ലേ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇത് രചിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ദേശീയ ഗീതമായിട്ട് അംഗീകരിക്കുന്നത് 1950 ജനുവരി 24 കേട്ടോ. 1950 ജനുവരി 24 ഇത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഇത് നമ്മുടെ ദേശീയ ഗീതമായിട്ട് വന്ദേ മാതരത്തിനെ അംഗീകരിക്കുന്നത്. ഈ ദേശീയ ഗീതം കമ്പോസ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ രാഗം എന്ന് പറയുന്നത് ദേശരാഗത്തിലാണ് കേട്ടോ. ദേശരാഗത്തിലാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. കമ്പോസ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ജാദുനാഥ് ഭട്ടാചാര്യയാണ്. ജാദുനാഥ് ഭട്ടാചാര്യയാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇത് ആദ്യമായിട്ട് ആലപിക്കുന്നത് 1896 കൽക്കട്ട കോൺഗ്രസ്സിലാണ് കേട്ടോ. 1896 കൽക്കട്ട കോൺഗ്രസ്സിലാണ് ഇത് ആദ്യമായി ആലപിച്ചത്. ആദ്യമായി ആലപിച്ച വ്യക്തി എന്ന് പറയുന്നത് രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് ഇത് ആദ്യമായിട്ട് ആലപിച്ചത്. എവിടെയാണ് ആലപിച്ചത്? 1896 കൽക്കട്ട കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് ഇത് ആലപിക്കുന്നത്. അപ്പം നമ്മൾ ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ചത് എവിടെയാണെന്നാണ് പറഞ്ഞത്? 1911 കൽക്കട്ട INC-യിലാണ് കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. 1911 കൽക്കട്ട INC-യിലാണ് ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിക്കുന്നത്. ഈ ഒരു ദേശീയ ഗീതത്തിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ എന്ന് പറയുന്നത് മദർ ഐ ബോ ടു ദി എന്നുള്ളതാണ്. അത് രചിച്ചതെന്ന് പറയുന്നത് ഓറബിന്ദോ ഘോഷാണ്. അത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത് വന്നത് കർമ്മയോഗി മാസികയിലാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് മദർ ഐ ബോ ടു ദി ആണ് കേട്ടോ. മദർ ഐ ബോ ടു ദി ഇതാണ്. ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് പറയുന്നത് ഓറബിന്ദോ ഘോഷാണ്. കമ്പോസർ ഇത് രചിച്ചത് ഓറബിന്ദോ ഘോഷാണ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എഴുതിയ ഓറബിന്ദോ ഘോഷാണ്. ഇത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത് വരുന്നത് കർമ്മയോഗി മാസികയിലാണ് കേട്ടോ. കർമ്മയോഗി മാസികയിലാണ് ഇത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത് വരുന്നത്, ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഇനി ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ദ അബേ ഓഫ് ബ്ലിസ് എന്നാണ് കേട്ടോ. ദ അബേ ഓഫ് ബ്ലിസ് എന്നാണ് ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൻ്റെ. ശ്രദ്ധിക്കണം, ഞാൻ ആദ്യം പറഞ്ഞത് മദർ ഐ ബോ ടു ദി എന്ന് പറയുന്നത് ഓറബിന്ദോ ഘോഷ് രചിച്ചത് വന്ദേ മാതരത്തിൻ്റെ ട്രാൻസ്ലേഷനാണ്. അത് കർമ്മയോഗി മാസികയിലാണ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത് വന്നത്. ആനന്ദമഠത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ദ അബേ ഓഫ് ബ്ലിസ് ആണ്. ഇത് രചിച്ചിരിക്കുന്നത് നരേഷ് ചന്ദ്ര സെൻ ഗുപ്തയാണ് കേട്ടോ. നരേഷ് ചന്ദ്ര സെൻ ഗുപ്തയാണ് ഇത് രചിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. നമ്മുടെ ദേശീയ ഗീതം എന്ന് പറയുന്നത് വന്ദേ മാതരമാണ്. ബംഗാളി ഭാഷയിലാണ്, അത് പറയാൻ മറന്നു, ബംഗാളി ഭാഷയിലാണ് ഇത് രചിച്ചിരിക്കുന്നത് കേട്ടോ. ബംഗാളി ഭാഷയിലാണ് ഇത് രചിച്ചിരിക്കുന്നത്. വന്ദേ മാതരം രചിച്ചിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ്. ആരാണ് രചിച്ചത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അദ്ദേഹത്തിൻ്റെ ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് ഈ ഒരു ഗീതം എടുത്തിരിക്കുന്നത്. സന്യാസി കലാപവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ആനന്ദമഠം എന്ന് പറയുന്ന നോവൽ രചിച്ചത്. സന്യാസി കലാപം നടന്ന വർഷം എന്ന് പറയുന്നത് ഇത് രചിച്ച വർഷം എന്ന് പറയുന്നത് ആനന്ദമഠം രചിച്ച വർഷം എന്ന് പറയുന്നത് 1882 കേട്ടോ. 1882 ഈ ഒരു ആനന്ദമഠം എന്ന് പറയുന്ന നോവൽ അദ്ദേഹം രചിക്കുന്നത്. അതിന് ആദ്യമായി ആലപിക്കുന്നത് 1896 കൽക്കട്ട കോൺഗ്രസ്സിലാണ്. രവീന്ദ്രനാഥ് ടാഗോറാണിത് ആലപിക്കുന്നത്. ഇതിന് നമ്മുടെ ദേശീയ ഗീതമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് 1950 ജനുവരി 24 ഇതിൻ്റെ വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് മദർ ഐ ബോ ടു ദി ആണ്. ഓറബിന്ദോ ഘോഷാണത് രചിച്ചത്. കർമ്മയോഗി മാസികയിലാണ് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത് വരുന്നത്. ദെൻ ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അബേ ഓഫ് ബ്ലിസ് ആണ്. നരേഷ് ചന്ദ്ര സെൻ ഗുപ്തയാണിത് രചിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. ദേശീയ ഗീതവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും മാത്രം കാര്യങ്ങളാണ് ഉള്ളത്. ഒരു കാര്യം വിട്ടുപോയി പറഞ്ഞിരുന്നു, രാഗം ദേശരാഗമാണ്. രചിച്ചത് കമ്പോസ് ചെയ്തത് ജാദുനാഥ് ഭട്ടാചാര്യയാണ് കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ ഗീതം.